ലബനനും ഇസ്രായേലിനും ഇടയിൽ ഒരു വെടിനിർത്തൽ കരാറുണ്ടായി. 2 മാസത്തേക്ക് ഈ സീസ് ഫയർ വയലേഷൻ ആരും ചെയ്യാൻ പാടില്ല. ജനങ്ങളുടെ മരണനിരക്ക് ഒഴിവാക്കാനും അവർ കൂടുതൽ ബാധിക്കപ്പെടുന്നുവെന്നുള്ള കാരണത്താൽ ഈ 2 വിഭാഗങ്ങൾക്കും ഇടയിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായതായി വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഇങ്ങനെ ഒരു വെടിനിർത്തൽ ഗാസ വരെയും പോവുകയാണെങ്കിൽ തീർച്ചയായും അത് നല്ലതായിരിക്കും. കൂടാതെ പാകിസ്ഥാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ വളരെ സെൻസേഷണലായ സംഭവങ്ങളാണ് നടക്കാൻ തുടങ്ങിയത്. നാട് മുഴുവനും ഇമ്രാൻഖാന് വേണ്ടി പ്രതിഷേധം നടത്താൻ തുടങ്ങി. പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇപ്പോൾ ജയിലിലാണ്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പാർട്ടി അംഗങ്ങളും പൊതുജനങ്ങളും പലയിടങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും അതിപ്പോ അക്രമകരമായി മാറാൻ തുടങ്ങിയിരിക്കുകയാണ്. കൂടാതെ റഷ്യ ഉക്രൈൻ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളും ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം റഷ്യയെ സംബന്ധിക്കുന്ന വാർത്ത കണ്ടവസാനിക്കാം. സ്റ്റോം ഷാഡോ ATACMS S-400 ഈ 3 വിഷയവും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വളരെ ചൂടേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ATACMSനെ ഇന്റർസെപ്റ്റ് ചെയ്ത് അവസാനിച്ചു. റഷ്യയുടെ S-400 നശിച്ചു. മറുവശത്ത് സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽ എപ്പോ വേണമെങ്കിലും റഷ്യയെ ആക്രമിക്കാം എന്ന അവസ്ഥയിലാണ്. ഇതിനകം ആക്രമിച്ചുവെങ്കിലും ഇതിനുശേഷം എപ്പോ വേണമെങ്കിലും ആക്രമിക്കാം. ആ ഒരു പിരിമുറുക്കമുള്ള അവസ്ഥയാണ് 2 വിഭാഗത്തിനും ഇടയിലുള്ളത്. ഇപ്പോ ഏഞ്ചൽസ് എയർബേസ് ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 400+ കിലോമീറ്റർ അകലെയുള്ള റഷ്യയുടെ പ്രധാനപ്പെട്ട ഫോർവേഡ് സ്ട്രാറ്റജിക്കൽ എയർബേസ് ആണ്. ഇതിൽ ഇപ്പോ റഷ്യയുടെ ധാരാളം ബോംബറുകൾ ഒന്നും തന്നെ ഇല്ല. ഇതിനു മുൻപ് ഇത് സംബന്ധിക്കുന്ന വാർത്തകൾ എടുത്തു നോക്കിയാൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച അന്ന് മുതൽ ഏകദേശം 3 തവണയോളം ഉക്രൈൻ ഈ ഒരു ബേസിനെ അവരുടെ ഡ്രോൺസ് ഉപയോഗിച്ച് ആക്രമിച്ചിട്ടുണ്ട്. ഇതിനകം ഞാൻ പറഞ്ഞതുപോലെ 400 കിലോമീറ്റർ അകലെ ആയതുകൊണ്ട് പാശ്ചാത്യ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ സാധിക്കില്ല. ഉക്രൈൻ നിർമ്മിച്ച ഉക്രൈന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഇപ്പോവരെയും റഷ്യയുടെ ഈ ഒരു ബേസിനെ ഉക്രൈൻ ആക്രമിച്ചത്. എന്നാൽ ആദ്യമായി അവർക്കൊരു അനുവാദം ലഭിച്ചപ്പോൾ സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽസും ATACMSും ഉപയോഗിച്ച് ഉക്രൈൻ പ്രദേശങ്ങൾക്കുള്ളിൽ ആക്രമിക്കാമെന്നുള്ള ഒരു അനുവാദം ഉക്രൈനിൽ ലഭിച്ചപ്പോൾ തന്നെ റഷ്യ അത് മനസ്സിലാക്കുകയും അവിടെയുള്ള പ്രധാനപ്പെട്ട TU-95 ബോംബേഴ്സ്, TU-160, റഷ്യയുടെ SU-34, SU-35 ഇവയെല്ലാം ആ സ്ഥലത്തു നിന്നും അവർ മാറ്റം ചെയ്തിട്ടുണ്ട്. ഇത് റഷ്യയ്ക്ക് ഒരു തന്ത്രപ്രധാനമായ അഡ്വാൻസ്ഡ് ആണ്. റഷ്യയ്ക്ക് ഇതിൽ ചില ഗുണങ്ങളുണ്ട്. അതേസമയം അതിൽ വളരെ തന്ത്രപരമായ പോരായ്മകളുമുണ്ട്. കാരണം ഉക്രൈനെ സംബന്ധിച്ച് ഇപ്പോ സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽ അതിന്റെ റേഞ്ചിനുള്ളിലല്ല ഈ ബേസ് ഉള്ളത്. കാരണം ഇനി കാർഖീവിൽ നിന്നും അവർ ലോഞ്ച് ചെയ്താലും റഷ്യയുടെ അതിർത്തി പെനട്രേറ്റ് ചെയ്ത് അകത്തേക്ക് പോകാതെ നേരിട്ടൊരു ആക്രമണം നടത്താൻ സാധിക്കില്ല. കാരണം സ്റ്റോം ഷാഡോയുടെ പരിധി അതിന്റെ റേഞ്ച് 250 കിലോമീറ്റർ ആണ്. എന്നാൽ ഈ ബേസ് ഉക്രൈന്റെ ബോർഡറിൽ നിന്നും 400 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോ കാർഖീവിൽ നിന്ന് മാത്രം അവരെ കൊണ്ട് ഒരു മിസൈൽ ലോഞ്ച് ചെയ്ത് റഷ്യയുടെ ഈ ബേസിനെ ആക്രമിക്കാൻ സാധിക്കില്ല. പകരം അവർ ചെയ്തത് SU-24 വിമാനങ്ങളിൽ നിന്നും ഈ മിസൈൽ ലോഞ്ച് ചെയ്യുന്നത് പോലുള്ള ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോ വളരെ താഴ്ന്ന് പറന്ന് തറയിൽ നിന്ന് 100-150 അടി ഉയരത്തിൽ പറന്നാൽ ഈ റഡാർ നിരീക്ഷണത്തിനുള്ളിൽ പെടാതെ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അങ്ങനെ വന്ന് റഷ്യൻ പ്രദേശങ്ങൾക്കുള്ളിൽ കുറഞ്ഞപക്ഷം ഒരു 100 കിലോമീറ്റർ എങ്കിലും പെനട്രേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ ഈ ലോഞ്ച് ഇവരെ കൊണ്ട് ചെയ്യാൻ കഴിയൂ. അതും ഉക്രൈന് ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. കാരണം റഷ്യയുടെ റഡാറുകളിൽ പല സ്ഥലങ്ങളിലും ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടെങ്കിലും ഇത്രത്തോളം ടെറിട്ടറി പെനട്രേറ്റ് ചെയ്തു പോവുക എന്നുള്ളത് ഉക്രൈന് ഒരു സൂയിസൈഡ് മിഷനായി മാറും. അതിന് പകരം എക്സ്റ്റൻഡഡ് റേഞ്ചുള്ള മറ്റേതെങ്കിലും മിസൈൽസ് ഉപയോഗിക്കാനുള്ള പോസിബിലിറ്റീസും ഉക്രൈൻ നോക്കുന്നുണ്ട്. പക്ഷേ സ്റ്റോം ഷാഡോ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ എന്ന ഒരു നിർബന്ധത്തിലാണ് അവർ. കാരണം 100 കിലോമീറ്റർ അകത്തേക്ക് പോയാൽ മാത്രം മതി. അങ്ങനെ 100 കിലോമീറ്റർ അകത്ത് പോയി ലോഞ്ച് ഇനിഷ്യേറ്റ് ചെയ്താൽ ബാക്കിയുള്ള ജോലികളെല്ലാം സ്റ്റോം ഷാഡോ ചെയ്തോളും. പക്ഷേ ഈ ലോഞ്ച് ചെയ്ത അടുത്ത സെക്കൻഡിൽ തന്നെ റഡാറിന്റെ കണ്ണുകളിൽ അകപ്പെടും. അകത്തിങ്ങനെ ഒരു മിസൈൽ വരുന്നുവെന്നുണ്ടെങ്കിൽ അതിന്റെ ലോഞ്ച് പ്ലാറ്റ്ഫോമും റഷ്യയ്ക്കുള്ളിലായിരിക്കും. അതിനാൽ ഈ ലോഞ്ചിന് ശേഷം മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടും. അതുപോലെ ഈ മിസൈൽസ് ലോഞ്ച് ചെയ്ത വിമാനങ്ങളെയും നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു മിഷൻ കാരണം വലിയൊരു നാശം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ഈ പ്ലാറ്റ്ഫോം ഉക്രൈൻ റഷ്യയ്ക്കുള്ളിൽ വെച്ച് ആക്സസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഒരു മുൻകരുതൽ എന്ന വണ്ണം ഇവിടെയുള്ള ലോങ് റേഞ്ച് അറ്റാക്ക് വളരെ ദൂരത്തിൽ ചെന്ന് ആക്രമിക്കാൻ കഴിവുള്ള ബോംബേഴ്സും ചില എയർക്രാഫ്റ്റ്സും റഷ്യ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ എത്രത്തോളം കുറച്ചുവെന്നുള്ള കണക്കെടുത്താൽ TU-95, TU-25M3, TU-160 ഇവയെല്ലാം ചേർക്കുകയാണെങ്കിൽ 10 വിമാനങ്ങളിൽ അധികം ഉണ്ടായിരുന്നു.
ഓരോ വിഭാഗത്തിലും 10 വിമാനങ്ങൾ നിർത്തിവച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോ 2-3 വിമാനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. ഇത് റഷ്യയുടെ ഫോർവേഡ് ബേസ് ഓപ്പറേഷൻസിനെ എല്ലാം തീർച്ചയായും ബാധിക്കും. പ്രധാനമായും ഉക്രൈന്റെ നോർത്തേൺ സൈഡ് പ്രദേശങ്ങളിൽ കാർഖീവ്, സുമി റീജിയൻസിൽ നടക്കുന്ന റഷ്യയുടെ ഒഫൻസീവിന് ഇത് പതിയെ ഒന്ന് മങ്ങലേൽപ്പിക്കും. റഷ്യ ഉക്രൈൻ യുദ്ധം ഇങ്ങനെ പോകുമ്പോൾ ഇസ്രായേൽ ഗാസ, ഇസ്രായേൽ ലബനൻ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നു. ഈ ഇസ്രായേൽ ഹിസ്ബുള്ളക്കിടയിൽ 60 ദിവസത്തേക്ക് ഒരു സീസ് ഫയർ നൽകിയിട്ടുണ്ട്. ഈ സീസ് ഫയർ സമയത്ത് ആരും 2 വിഭാഗത്തിലുള്ളവരും പരസ്പരം ആക്രമിക്കാൻ പാടില്ല. പക്ഷെ ഈ സീസ് ഫയർ കൊണ്ടുവരുന്നതിന് മുൻപ് വരെയും വളരെ അതിക്രൂരമായ അറ്റാക്സ് ആണ് ലബനനുള്ളിൽ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരുന്നത്. ലബനന്റെ ഹെൽത്ത് മിനിസ്ട്രി പറഞ്ഞത് 3700 പേരോളം ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചതായി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണോ ഇസ്രായേൽ ലബനനിൽ ഒരു നേരിട്ട് ആക്രമണം നടത്താൻ തുടങ്ങിയത്, എയർ സ്ട്രൈക്സ് എല്ലാം നടത്താൻ തുടങ്ങിയത്, അപ്പോ മുതൽ ഇന്നുവരെയും 3700 പേരോളം മരിച്ചു. ഇത് അടുത്തിടെ ലബനനിൽ സംഭവിച്ച ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഈ സീസ് ഫയർ സമയത്ത് ലിതാനി റിവറിന്റെ സൗത്ത് പ്രദേശം, അവിടെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ കുറയ്ക്കണം. അവിടെ യാതൊരു ആയുധവും ഹിസ്ബുള്ള കൊണ്ടുവയ്ക്കാൻ പാടില്ല. യാതൊരു ആയുധങ്ങളുടെ പ്രവർത്തനവും അവിടെ വരാൻ പാടില്ല എന്നുള്ള കരാറും ഈ 2 വിഭാഗത്തിനും ഇടയിൽ സൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ പീസ് കീപ്പേഴ്സ് ആണ് അവിടെ നിരീക്ഷണത്തിലുണ്ടാവുക. ഹിസ്ബുള്ളയുടെ ആംഡ് മൂവ്മെന്റ്സ് ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ ഈ സീസ് ഫയറിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ പലതവണയും നടന്നതാണ്. ഓരോ തവണയും ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഒരു കുറ്റാരോപണം നടത്തും. ഹിസ്ബുള്ള ഈ സീസ് ഫയർ വയലേറ്റ് ചെയ്തു, ഇതിനുശേഷം ഞങ്ങൾ റിട്ടാലിയേഷൻ നടത്തും എന്നൊക്കെ പറഞ്ഞ് മാറി മാറി പ്രശ്നങ്ങൾ നടക്കും. എന്നാൽ ഈ 60 ദിവസത്തെ വെടിനിർത്തൽ അടുത്ത ഗാസ വരെ പോവുകയാണെങ്കിൽ അത് നല്ലൊരു തീരുമാനമായിരിക്കും. ഇതിനുശേഷമെങ്കിലും ഗാസയ്ക്ക് ഒരു സമാധാനമുണ്ടാകും. ഈ വെടിനിർത്തൽ ലബനനിൽ ഉണ്ടായതുപോലെ ഗാസയിലും സ്ഥാപിക്കണം. അങ്ങനെ സൃഷ്ടിച്ചാൽ മാത്രമേ ഗാസ ജനങ്ങൾക്ക് ഒരല്പമെങ്കിലും ആശ്വാസം ലഭിക്കുകയുള്ളൂ. എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അടുത്തത് പാകിസ്ഥാനെ കുറിച്ചുള്ള വാർത്തയാണ്. ഒരുപാട് പേർ ഇന്റർനെറ്റിൽ അത് അറിഞ്ഞിട്ടുണ്ടാകും. പാകിസ്ഥാനിലെ ഇമ്രാൻഖാന്റെ പാർട്ടി, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടു. തോറ്റതിന് ഒരുപാട് പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളും ഉയർന്നു വന്നു. അദ്ദേഹം ജയിക്കേണ്ട വ്യക്തിയായിരുന്നു. പലരും പറ്റിച്ചാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്. വോട്ടെണ്ണലിൽ പോലും പല അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. 1 വർഷത്തിലധികമായി അദ്ദേഹം ജയിലിലാണ്. ഇന്നലെ പെട്ടെന്ന് സംഭവിച്ചത്, പിഷവാറിൽ നിന്ന് ഇസ്ലാമാബാദിനെ നോക്കി അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ, പൊതുജനങ്ങൾ ഒരുപാട് പേർ ചേർന്ന് റാലിയിൽ പങ്കെടുക്കുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തു. അദ്ദേഹത്തെ ജയിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നതുവരെ ഞങ്ങളുടെ പ്രതിഷേധം അവസാനിക്കില്ല എന്ന് പറഞ്ഞ് ആ പ്രദേശത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ഇമ്രാൻഖാന്റെ ഭാര്യയും ഇത്ര വലിയൊരു പ്രതിഷേധം നടത്തുകയും ഇസ്ലാമാബാദിനെ നോക്കി ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. വന്നതിനു ശേഷം ഇസ്ലാമാബാദിന് പുറത്ത്, ആ സിറ്റിക്ക് പുറത്ത് പ്രാന്തപ്രദേശത്ത് പ്രതിഷേധം നടത്തിയാൽ പ്രശ്നമില്ല. പക്ഷെ അകത്തേക്ക് കടന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം മറ്റൊരു രീതിയിലേക്ക് മാറും. തലസ്ഥാനത്തെ ആരും സംഘർഷാവസ്ഥയിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ഫോഴ്സിനും ഇവർക്കുമിടയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ വലിയ സംഘർഷം തന്നെ ഉണ്ടായി. ഇതിൽ ഇപ്പോ വരെയും 6 പേർ മരിച്ചു എന്നുള്ള വാർത്ത വന്നു. അതിൽ 4 സെക്യൂരിറ്റി ഫോഴ്സസ് ഉണ്ട്. എന്നാൽ കൃത്യമായി എത്ര പേർ മരിച്ചു എന്നുള്ള കണക്ക് ഇതുവരെയും അറിയില്ല. വലിയ രീതിയിലുള്ള ഒരു സംഘർഷം 2 വിഭാഗത്തിനും ഇടയിൽ ഇസ്ലാമാബാദിന്റെ ഔട്ട്സ്കേർട്സിൽ പ്രാന്തപ്രദേശത്ത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രതിഷേധത്തെക്കുറിച്ചുള്ള ഒരുപാട് ഫൂട്ടേജസും ഓൺലൈനിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്രാൻഖാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പിന്തുണ കഴിഞ്ഞ ഇലക്ഷനിൽ അധികമായിരുന്നു. അദ്ദേഹം ജയിക്കുമെന്ന് ഒരുപാട് പേർ വിശ്വസിച്ചു. അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ചിന്തിച്ചു. കാരണം അത്രത്തോളം ആളുകൾ അദ്ദേഹത്തിന് പുറകിലുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടതിനു ശേഷം ഉടൻ തന്നെ പല കേസുകൾ ചുമത്തി. ഗവൺമെന്റിലേക്ക് വന്ന ഫണ്ട്, ഗിഫ്റ്റ്സ് ഇവയെല്ലാം അദ്ദേഹം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള പല കേസുകൾ ചുമത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോ ഇവർ ആവശ്യപ്പെട്ടതെല്ലാം, ഇലക്ഷനിൽ എന്തൊക്കെയോ അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കണ്ടറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.